ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഏത് മക്കളുടെ കാര്യം വേണുമായിട്ട് നീ പറയുന്നേ? വേറെ ആരുടെയാ? ശ്രീയുടെ കാര്യം പറഞ്ഞത്. മോള് വേണുവേട്ടനെ വിളിച്ചു. വിളിച്ചു. നീ പേടിക്കണ്ട. മരുമകൻ അസഭ്യമൊന്നും പറഞ്ഞില്ല. മോൾക്ക് ഫോൺ കൊടുക്കാൻ അവൻ ആദ്യം തയ്യാറായില്ല. പിന്നെന്തോ എന്റെ ഭാഗ്യത്തിന് കൊടുത്തു. അവൾക്ക് വേറെ വിശേഷം എന്തെങ്കിലും ഉണ്ട് വേണുവേട്ടാ? അവൾക്ക് സന്തോഷം തന്നെയായിരിക്കും രാധേ. നമുക്ക് അങ്ങനെയല്ലേ വിശ്വസിക്കാൻ പറ്റൂ. അതേ മാർഗമുള്ളൂ. സത്യത്തിൽ എന്തിനാടി ഇങ്ങനെ ഒരു മനുഷ്യജന്മം? ജീവിതം മുഴുവനും ആധിയും വ്യാധിയും, ഇടയ്ക്ക് കെട്ടുകയും കൊടുക്കുകയും ചെയ്യുന്ന ഒരിറ്റ് സ്നേഹമല്ലാതെ മറ്റെന്ത് സന്തോഷാ ജീവിതത്തില്? ജഗന്നാഥേട്ടൻ രാവിലെ എണീറ്റോ? ഗീത ഒരു ചായ. പത്മാവതി മോളുടെ കാര്യം പത്മാവതി പറഞ്ഞതുമില്ല, ഞാനായിട്ട് അങ്ങോട്ട് ചോദിച്ചതുമില്ല. കുട്ടി എന്താ പഠിക്കുകയാണോ? അവളുടെ കല്യാണം കഴിഞ്ഞു. വളരെ സന്തോഷം. എവിടെയാ അവളെ കല്യാണം കഴിച്ചയച്ചത്? അതിപ്പോ ഒരു സസ്പെൻസ് ആയിട്ട് ഇരുന്നോട്ടെ, പിറകെ അറിഞ്ഞാ മതി. എന്തായാലും ജഗന്നാഥേട്ടൻ അറിയാവുന്ന ഒരാളുടെ മകൻ തന്നെയാ എന്റെ മകളെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അംബിക കല്യാണത്തിന് എതിരും നിന്നില്ലേ? അവൾ ഒരുപാട് തന്ത്രങ്ങളൊക്കെ പയറ്റി അവളുടെ തലതെറിച്ച മകനെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്കാൻ. മാഡം, പക്ഷെ നടന്നില്ല. ദൈവം അതിന് അനുവദിച്ചില്ല. മകളുടെ കല്യാണത്തിന് പത്മ ഉണ്ടായിരുന്നില്ലേ? അതിനുള്ള ഭാഗ്യമൊന്നും എനിക്കില്ലല്ലോ. അത്തരം സന്തോഷങ്ങളൊക്കെ ദൈവം എനിക്ക് നിഷേധിച്ചിട്ട് കാലം എത്രയായി. മനോഹരമായി പ്രണയിച്ച് മനസ്സമാധാനത്തോടെ ജീവിച്ച രണ്ടുപേർ. നിങ്ങളുടെ ജീവിതം തകരാൻ ഞാനും ഒരു കാരണക്കാരനെന്ന് ഓർക്കുമ്പോ ഞങ്ങളുടെ ജീവിതം തകർക്കാൻ കാരണം കണ്ടെത്തിയവര് വേറെയല്ലേ ജഗന്നാഥേട്ടാ. അവരുടെ ലക്ഷ്യം വിജയം കണ്ടു. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവര് പലപ്പോഴും തോറ്റുപോകും. ജീവിതത്തിലാകെ തോറ്റുപോയോളാ ഞാൻ. കരഞ്ഞു തീർന്നുപോയി ആ സങ്കടങ്ങളൊക്കെ. ഇനി ഞാൻ കരയില്ല. ഒക്കെ എന്റെ വിധിയാ. അകലേ നോവിനാലേ